ആകാശവാണി മൻ കി ബാത്ത് അഥവാ മനസ്സ് പറയുന്നത് എന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷ ഇപ്പോൾ കേൾക്കാം. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമസ്കാരം. നിങ്ങളെയെല്ലാം മൻ കി ബാത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ചാമ്പ്യൻസ് ട്രോഫി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ക്രിക്കറ്റ് മയമാണ്. ക്രിക്കറ്റിലൊരു സെഞ്ചുറിയുടെ ആവേശം എന്താണെന്ന് നമുക്കെല്ലാവർക്കും നന്നായി അറിയാം. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളോട് ക്രിക്കറ്റിനെക്കുറിച്ചല്ല, മറിച്ച് ഭാരതം ബഹിരാകാശത്ത് നേടിയ അത്ഭുതകരമായ സെഞ്ചുറിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. കഴിഞ്ഞ മാസം ISROയുടെ 100ാമത്തെ റോക്കറ്റിന്റെ വിക്ഷേപണത്തിന് രാജ്യം സാക്ഷ്യം വഹിച്ചു. ഇത് വെറുമൊരക്കമല്ല. ബഹിരാകാശ ശാസ്ത്രത്തിൽ പുതിയ ഉയരങ്ങൾ കീഴടക്കാനുള്ള നമ്മുടെ ദൃഢനിശ്ചയത്തിന്റെ പ്രതിഫലനമാണ്. നമ്മുടെ ബഹിരാകാശയാത്ര വളരെ സാധാരണമായ രീതിയിലാണ് ആരംഭിച്ചത്. ഓരോ ഘട്ടത്തിലും വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ശാസ്ത്രജ്ഞർ വിജയികളായി മുന്നേറിക്കൊണ്ടിരുന്നു. കാലക്രമേണ ബഹിരാകാശ പറക്കലിലെ നമ്മുടെ വിജയങ്ങളുടെ പട്ടിക വളരെ നീണ്ടതായി. വിക്ഷേപണ വാഹന നിർമ്മാണമായാലും, ചന്ദ്രയാൻ, മംഗൾയാൻ, ആദിത്യ L1 എന്നിവയുടെ വിജയമായാലും, ഒറ്റ റോക്കറ്റ് ഉപയോഗിച്ച് 104 ഉപഗ്രഹങ്ങളെ ഒറ്റയടിക്ക് ബഹിരാകാശത്തേക്ക് അയയ്ക്കുക എന്ന അഭൂതപൂർവമായ ദൌത്യമായാലും, ഇസ്രോയുടെ വിജയങ്ങളുടെ വ്യാപ്തി വളരെ വലുതാണ്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ മാത്രം ഏകദേശം 460 ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചു. ഇതിൽ മറ്റ് രാജ്യങ്ങളുടെ നിരവധി ഉപഗ്രഹങ്ങൾ ഉൾപ്പെടുന്നു. സമീപ വർഷങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ബഹിരാകാശ ശാസ്ത്രജ്ഞരുടെ സംഘത്തിൽ സ്ത്രീ ശക്തിയുടെ പങ്കാളിത്തം തുടർച്ചയായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നതാണ്. ഇന്ന് നമ്മുടെ യുവാക്കൾക്ക് ബഹിരാകാശ മേഖല പ്രിയപ്പെട്ടതായി മാറിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ മേഖലയിലെ സ്റ്റാർട്ടപ്പുകളുടെയും സ്വകാര്യ മേഖലയിലെ ബഹിരാകാശ കമ്പനികളുടെയും എണ്ണം 100 കണക്കിനെത്തുമെന്ന് കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് വരെ ആരാണ് കരുതിയിരുന്നത്? ജീവിതത്തിൽ ഉൾപ്പുളകമുണ്ടാക്കുന്നതും ആവേശകരവുമായ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ യുവാക്കൾക്ക് ബഹിരാകാശ മേഖല ഒരു മികച്ച ഓപ്ഷനായി മാറുകയാണ്. സുഹൃത്തുക്കളെ, വരും ദിവസങ്ങളിൽ നമ്മൾ ദേശീയ ശാസ്ത്രദിനം ആഘോഷിക്കാൻ പോകുന്നു. നമ്മുടെ കുട്ടികൾക്കും യുവാക്കൾക്കും ശാസ്ത്രത്തിൽ താൽപര്യവും അഭിനിവേശവും ഉണ്ടായിരിക്കേണ്ടത് വളരെ പ്രധാനമാണ്. ഇതു സംബന്ധിച്ച് എനിക്കൊരാശയമുണ്ട്. അതിനെ നിങ്ങൾക്ക് വൺ ഡേ ആസ് എ സയന്റിസ്റ്റ് എന്ന് വിളിക്കാം. അതായത്, നിങ്ങൾ ഒരു ശാസ്ത്രജ്ഞനായി ഒരു ദിവസം ചെലവഴിക്കാൻ ശ്രമിക്കണം. നിങ്ങളുടെ സൗകര്യത്തിനും ആഗ്രഹത്തിനും അനുസരിച്ച് ഏതു ദിവസവും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ആ ദിവസം നിങ്ങൾ റിസർച്ച് ലാബ്, പ്ലാനറ്റേറിയം അല്ലെങ്കിൽ ബഹിരാകാശ കേന്ദ്രം പോലുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കണം. ഇത് ശാസ്ത്രത്തോടുള്ള നിങ്ങളുടെ ജിജ്ഞാസ കൂടുതൽ വർദ്ധിപ്പിക്കും. ബഹിരാകാശവും ശാസ്ത്രവും പോലെ ഭാരതം അതിവേഗം ശക്തമായ സാന്നിധ്യം ഉറപ്പിക്കുന്ന മറ്റൊരു മേഖലയുണ്ട്. ഈ മേഖല AI, അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. അടുത്തിടെ ഒരു വലിയ AI സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഞാൻ പാരീസിലേക്ക് പോയി. അവിടെ ഈ മേഖലയിലെ ഭാരതത്തിന്റെ പുരോഗതിയെ ലോകം മുക്തകണ്ഠം പ്രശംസിച്ചു. നമ്മുടെ രാജ്യത്തെ ആളുകൾ ഇന്ന് AI ഏതൊക്കെ തരത്തിലാണ് ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ കാണുന്നുണ്ട്. ഉദാഹരണത്തിന്, തെലങ്കാനയിലെ ആദിലാബാദിലുള്ള ഒരു സർക്കാർ സ്കൂളിൽ ശ്രീ തോഡാസം കൈലാഷ് എന്നൊരു അധ്യാപകനുണ്ട്. ഡിജിറ്റൽ ഗാനങ്ങളിലും സംഗീതത്തിലുമുള്ള അദ്ദേഹത്തിന്റെ താൽപര്യം നമ്മുടെ പല ഗോത്രഭാഷകളെയും സംരക്ഷിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നു. AI ഉപകരണങ്ങളുടെ സഹായത്തോടെ കൊളാമി ഭാഷയിൽ ഒരു ഗാനം രചിച്ചുകൊണ്ട് അദ്ദേഹം അത്ഭുതം സൃഷ്ടിച്ചു. കൊളാമിക്ക് പുറമെ മറ്റു പല ഭാഷകളിലും ഗാനങ്ങൾ ഉണ്ടാക്കാൻ അദ്ദേഹം AI ഉപയോഗിക്കുന്നു. നമ്മുടെ ആദിവാസി സഹോദരീ സഹോദരന്മാർക്ക് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന്റെ ട്രാക്കുകൾ വളരെയധികം ഇഷ്ടമാണ്. ബഹിരാകാശ മേഖലയായാലും നിർമ്മിത ബുദ്ധിയായാലും നമ്മുടെ യുവാക്കളുടെ വർദ്ധിച്ചുവരുന്ന പങ്കാളിത്തം ഒരു പുതിയ വിപ്ലവത്തിന് ജന്മം നൽകുകയാണ്. പുതിയ സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കുന്നതിലും പരീക്ഷിക്കുന്നതിലും ഭാരതത്തിലെ ജനങ്ങൾ ഒട്ടും പിന്നിലല്ല. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, അടുത്ത മാസം മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനമാണ്. നമ്മുടെ സ്ത്രീശക്തിയെ ആദരിക്കാൻ ഇതൊരു സവിശേഷ അവസരമാണ്. ദേവി മഹാത്മ്യത്തിൽ പറയുന്നു, വിദ്യാ സമസ്ത തവ ദേവി ഭേദ
സ്ത്രിയസമസ്ത സകലാ ജഗൽസു, അതായത് എല്ലാ അറിവും ദേവിയുടെ വിവിധ രൂപങ്ങളുടെ പ്രകടനമാണ്. ലോകത്തിലെ എല്ലാ സ്ത്രീശക്തികളിലും അവൾ പ്രതിഫലിക്കുന്നു. നമ്മുടെ സംസ്കാരത്തിൽ പെൺമക്കളോടുള്ള ബഹുമാനം പരമപ്രധാനമാണ്. നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിലും ഭരണഘടനാ നിർമ്മാണത്തിലും രാജ്യത്തിന്റെ മാതൃശക്തി വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഭരണഘടനാ അസംബ്ലിയിൽ നമ്മുടെ ദേശീയ പതാക അവതരിപ്പിച്ചുകൊണ്ട് ഹൻസ മെഹ്ത പറഞ്ഞ കാര്യങ്ങൾ അവരുടെ ശബ്ദത്തിൽ ഞാൻ നിങ്ങളുമായി പങ്കിടുന്നു. It is in the fitness of things that this first flag that will fly over this august house should be a gift from the women of India. We have donned the saffron color. We have fought, suffered and sacrificed in the cause of our country's freedom. We have today attained our goals. In presenting this symbol of our freedom, we once more offer our services to the nation. We pledge ourselves to work for a great India, for building up a nation that will be a nation among nations. We pledge ourselves for working for a greater cause, to maintain the freedom that we have achieved. സുഹൃത്തുക്കളെ, നമ്മുടെ ദേശീയ പതാകയുടെ രൂപകൽപ്പന മുതൽ അതിനുവേണ്ടി നമ്മുടെ രാജ്യത്തുടനീളമുള്ള സ്ത്രീകൾ നടത്തിയ ത്യാഗങ്ങൾ വരെയുള്ള സംഭാവനകളെ ഹൻസ മെഹ്ത എടുത്തു പറഞ്ഞു. നമ്മുടെ ത്രിവർണ്ണ പതാകയിലെ കാവിനിറത്തിലും ഈ വികാരം പ്രതിഫലിക്കുന്നുവെന്ന് അവർ വിശ്വസിച്ചു. ഭാരതത്തെ ശക്തവും സമൃദ്ധവുമാക്കുന്നതിൽ നമ്മുടെ സ്ത്രീശക്തി വിലപ്പെട്ട സംഭാവന നൽകുമെന്ന് അവർ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു. ഇന്ന് അവരുടെ വാക്കുകൾ സത്യമാണെന്ന് തെളിഞ്ഞു. ഏതു മേഖലയിലേക്ക് നോക്കിയാലും സ്ത്രീകളുടെ സംഭാവന എത്രത്തോളം വലുതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. സുഹൃത്തുക്കളെ, ഇത്തവണ വനിതാ ദിനത്തിൽ നമ്മുടെ സ്ത്രീശക്തിക്കായി സമർപ്പിക്കുന്ന ഒരു സംരംഭം ഞാൻ ഏറ്റെടുക്കാൻ പോകുന്നു. ഈ പ്രത്യേക അവസരത്തിൽ എക്സ്, ഇൻസ്റ്റാഗ്രാം പോലുള്ള എന്റെ സോഷ്യൽ മീഡിയ അക്കൌണ്ടുകൾ രാജ്യത്തെ പ്രചോദനാത്മക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന സ്ത്രീകൾക്ക് ഒരു ദിവസത്തേക്ക് ഞാൻ കൈമാറാൻ പോകുന്നു. വ്യത്യസ്ത മേഖലകളിൽ വിജയം കൈവരിച്ച അത്തരം സ്ത്രീകൾ വ്യത്യസ്ത മേഖലകളിൽ നൂതനാശയങ്ങൾ കണ്ടെത്തി അവരുടേതായ വ്യക്തിത്വം സൃഷ്ടിച്ചിട്ടുണ്ട്. മാർച്ച് 8-ന് അവർ തന്റെ ജോലിയും അനുഭവങ്ങളും നാട്ടുകാരുമായി പങ്കിടും. വേദി എന്റേതായിരിക്കും. പക്ഷേ അത് അവർ നേരിട്ട വെല്ലുവിളികളെയും അവരുടെ അനുഭവങ്ങളെയും നേട്ടങ്ങളെയും കുറിച്ചായിരിക്കും. ഈ അവസരം ലഭിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമോ ആപ്പിലുള്ള പ്രത്യേക ഫോറത്തിലൂടെ ഈ പരിപാടിയുടെ ഭാഗമാകൂ. എന്റെ എക്സ്, ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടുകൾ വഴി നിങ്ങളുടെ സന്ദേശം ലോകമെമ്പാടും എത്തിക്കൂ. അതിനാൽ ഇത്തവണ വനിതാ ദിനത്തിൽ നമുക്കെല്ലാവർക്കും അജയ്യമായ സ്ത്രീശക്തിയെ ആഘോഷിക്കാം, ബഹുമാനിക്കാം, അഭിവാദ്യം ചെയ്യാം. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഉത്തരാഖണ്ഡിൽ നടന്ന ദേശീയ ഗെയിംസിന്റെ ആവേശം ആസ്വദിക്കാൻ നിങ്ങളിൽ പലരും ഉണ്ടായിരുന്നിരിക്കും. രാജ്യത്തുടനീളമുള്ള 11,000-ലധികം കായിക താരങ്ങൾ അതിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഈ സംഭവം ദേവഭൂമിയുടെ പുതിയൊരു രൂപം അവതരിപ്പിച്ചു. രാജ്യത്തെ ശക്തമായ ഒരു കായിക ശക്തിയായി ഉത്തരാഖണ്ഡ് ഇപ്പോൾ വളർന്നു വരികയാണ്. ഉത്തരാഖണ്ഡിലെ കളിക്കാരും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഇത്തവണ ഉത്തരാഖണ്ഡ് 7ാം സ്ഥാനത്താണ്. വ്യക്തികളെയും സമൂഹങ്ങളെയും മുഴുവൻ സംസ്ഥാനത്തെയും പരിവർത്തനം ചെയ്യുന്ന കായിക ശക്തിയാണിത്. ഇത് ഭാവി തലമുറകളെ പ്രചോദിപ്പിക്കുമ്പോൾ തന്നെ മികവിന്റെ സംസ്കാരത്തെയും പ്രോത്സാഹിപ്പിക്കുന്നു. സുഹൃത്തുക്കളെ, ഇന്ന് രാജ്യമെമ്പാടും ഈ കളികളിലെ ചില അവിസ്മരണീയ പ്രകടനങ്ങളെക്കുറിച്ച് ധാരാളം ചർച്ചകൾ നടക്കുന്നുണ്ട്. ഈ ഗെയിമുകളിൽ പരമാവധി സ്വർണ്ണ മെഡലുകൾ നേടിയതിന് സർവീസസ് ടീമിന് എന്റെ ഹൃദയംഗമമായ അഭിനന്ദനങ്ങൾ. ദേശീയ ഗെയിംസിൽ പങ്കെടുക്കുന്ന ഓരോ കളിക്കാരനെയും ഞാൻ അഭിനന്ദിക്കുന്നു. നമ്മുടെ നിരവധി കളിക്കാർ ഖേലോ ഇന്ത്യ പ്രചരണത്തിന്റെ ഫലമാണ്. ഹിമാചൽ പ്രദേശിൽ നിന്നുള്ള സാവൻ ബർവാൾ, മഹാരാഷ്ട്രയിൽ നിന്നുള്ള കിരൺ മാത്രെ, തേജസ് ഷിർസെ,
ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ജ്യോതി യാരാജി എന്നിവരെല്ലാം രാജ്യത്തിന് പുതിയ പ്രതീക്ഷകൾ നൽകിയവരാണ്. ഉത്തർപ്രദേശിൽ നിന്നുള്ള ജാവലിൻ ത്രോ താരം സച്ചിൻ യാദവ്, ഹരിയാനയിൽ നിന്നുള്ള ഹൈജംപ് താരം പൂജ, കർണാടകയിൽ നിന്നുള്ള നീന്തൽ താരം ഥിനിധി ദേശിന്ദു എന്നിവർ നാടിന്റെ ഹൃദയം കീഴടക്കി. 3 പുതിയ ദേശീയ റെക്കോർഡുകൾ സൃഷ്ടിച്ചുകൊണ്ട് എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. ഈ വർഷത്തെ ദേശീയ ഗെയിംസിലെ കൌമാര ചാമ്പ്യന്മാരുടെ എണ്ണം അതിശയിപ്പിക്കുന്നതാണ്. 15 വയസ്സുള്ള ഷൂട്ടർ ഗാവിൻ ആന്റണി, ഉത്തർപ്രദേശിൽ നിന്ന് വന്ന 16 വയസ്സുള്ള ഹാമർ ത്രോ കളിക്കാരി അനുഷ്ക യാദവ്, മധ്യപ്രദേശിൽ നിന്ന് വന്ന 19 വയസ്സുള്ള പോൾ വാൾട്ട് താരം ദേവ്കുമാർ മീണ എന്നിവർ ഭാരതത്തിന്റെ കായിക ഭാവി വളരെ കഴിവുള്ള ഒരു തലമുറയുടെ കൈകളിലാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. ഉത്തരാഖണ്ഡിൽ നടന്ന ദേശീയ ഗെയിംസ് തെളിയിച്ചത് ഒരിക്കലും തോൽവി അംഗീകരിക്കാത്തവർ തീർച്ചയായും ജയിക്കും എന്നാണ്. സൗകര്യങ്ങൾ കൊണ്ട് ആരും ചാമ്പ്യന്മാരാകില്ല. നമ്മുടെ യുവ കായിക താരങ്ങളുടെ ദൃഢനിശ്ചയവും അച്ചടക്കവും കൊണ്ട് ഭാരതം ഇന്ന് ഒരാഗോള കായിക ശക്തി കേന്ദ്രമായി മാറുന്നതിലേക്ക് അതിവേഗം നീങ്ങുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഡെറാഡൂണിൽ ദേശീയ ഗെയിംസിന്റെ ഉദ്ഘാടന വേളയിൽ ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഉന്നയിച്ചു. അത് രാജ്യത്ത് ഒരു പുതിയ ചർച്ചയ്ക്ക് തുടക്കമിട്ടു. വിഷയം പൊണ്ണത്തടിയാണ്. ഉറച്ചതും ആരോഗ്യമുള്ളതുമായ ഒരു രാഷ്ട്രമായി മാറണമെങ്കിൽ നാം പൊണ്ണത്തടി എന്ന പ്രശ്നത്തെ നേരിടേണ്ടി വരും. ഒരു പഠനമനുസരിച്ച് ഇന്ന് 8-ൽ 1 വീതം പൊണ്ണത്തടിയുടെ പ്രശ്നത്താൽ ബുദ്ധിമുട്ടുന്നു. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി പൊണ്ണത്തടി കേസുകൾ ഇരട്ടിയായി. എന്നാൽ അതിലും ആശങ്കാജനകമായ കാര്യം കുട്ടികളിലെ പൊണ്ണത്തടിയുടെ പ്രശ്നവും 4 ഇരട്ടിയായി വർദ്ധിച്ചു എന്നതാണ്. 2022-ൽ ലോകമെമ്പാടുമുള്ള ഏകദേശം 250 കോടി ആളുകൾക്ക് അമിതഭാരമുണ്ടായിരുന്നുവെന്ന് WHO ഡാറ്റ കാണിക്കുന്നു. ഈ സ്ഥിതിവിവരക്കണക്കുകൾ വളരെ ഗൌരവമുള്ളതാണ്. എന്തുകൊണ്ടാണിത് സംഭവിക്കുന്നതെന്ന് നമ്മളെയെല്ലാം ചിന്താധീനരാക്കുന്നു. അമിതഭാരം അല്ലെങ്കിൽ പൊണ്ണത്തടി പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്കും രോഗങ്ങൾക്കും കാരണമാകുന്നു. പാചക എണ്ണയുടെ ഉപഭോഗം 10% കുറയ്ക്കുക എന്ന ഒരു രീതി പോലെ ചെറിയ ശ്രമങ്ങളിലൂടെ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഈ വെല്ലുവിളിയെ നേരിടാൻ കഴിയും. എല്ലാ മാസവും 10% എണ്ണ കുറച്ചുപയോഗിക്കുമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. പാചക എണ്ണ വാങ്ങുമ്പോൾ അതിൽ 10% കുറവ് വാങ്ങാമെന്ന് നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ അമിതവണ്ണം കുറയ്ക്കുന്നതിനുള്ള ഒരു പ്രധാന ചുവടുവയ്പായിരിക്കും അത്. ഇന്ന് മൻ കി ബാത്ത് വഴി ഈ വിഷയത്തെക്കുറിച്ച് ചില പ്രത്യേക സന്ദേശങ്ങൾ നിങ്ങളുമായി പങ്കിടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പൊണ്ണത്തടിയെ വിജയകരമായി മറികടന്ന് ഒളിമ്പിക് മെഡൽ ജേതാവായ നീരജ് ചോപ്രയിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നീരജ് ചോപ്ര. ഇന്ന് നിങ്ങളോടെല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇത്തവണ മൻ കി ബാത്തിൽ അമിതവണ്ണത്തെക്കുറിച്ച് പറഞ്ഞു. ഇത് നമ്മുടെ രാജ്യത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. എവിടെയൊക്കെയോ ഈ കാര്യവുമായി ഞാൻ എന്നെത്തന്നെ ബന്ധപ്പെടുത്തുന്നു. കാരണം ഞാൻ ഗ്രൌണ്ടിൽ പോകാൻ തുടങ്ങിയപ്പോൾ എനിക്ക് അമിതഭാരമുണ്ടായിരുന്നു. ഞാൻ പരിശീലനം ആരംഭിച്ച് ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പോൾ എന്റെ ആരോഗ്യം വളരെയധികം മെച്ചപ്പെട്ടു. അതിനുശേഷം ഞാൻ ഒരു പ്രൊഫഷണൽ അത്ലറ്റായപ്പോൾ അതിലൂടെയും എനിക്ക് ധാരാളം സഹായം ലഭിച്ചു. അതോടൊപ്പം മാതാപിതാക്കൾ എന്തെങ്കിലും ഔട്ട്ഡോർ സ്പോർട്സ് കളിക്കുകയും കുട്ടികളെ കൂട്ടുകയും വേണം. ആരോഗ്യകരമായ ജീവിതശൈലി നയിക്കുകയും നല്ലത് കഴിക്കുകയും ഒരു ദിവസം വ്യായാമത്തിനായി 1 മണിക്കൂർ അല്ലെങ്കിൽ എത്ര സമയം നൽകാനാകുമോ അത്രയും സമയം നൽകുകയും വേണമെന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർക്കട്ടെ. അടുത്തിടെ നമ്മുടെ പ്രധാനമന്ത്രി ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്ന എണ്ണയുടെ അളവ് 10% കുറയ്ക്കണമെന്ന് പറഞ്ഞിരുന്നു. കാരണം പലപ്പോഴും നമ്മൾ വറുത്ത ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കാറുണ്ട്. ഇത് അമിതവണ്ണത്തെ വളരെയധികം ബാധിക്കുന്നു. അതുകൊണ്ട് എല്ലാവരോടും ഈ കാര്യങ്ങൾ ഒഴിവാക്കി ആരോഗ്യം ശ്രദ്ധിക്കണമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് നമുക്കുയരാം, രാജ്യത്തെ ഉയർത്താം. നന്ദി. വളരെ നന്ദി നീരജ്. പ്രശസ്ത കായിക താരം നിഖത് സറീൻ ഈ വിഷയത്തിൽ തന്റെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഹായ്, എന്റെ പേര് നിഖത് സറീൻ. ഞാൻ 2 തവണ ലോക ബോക്സിംഗ് ചാമ്പ്യനാണ്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ അമിതവണ്ണത്തെക്കുറിച്ച് പരാമർശിച്ചതുപോലെ
ഇതൊരു ദേശീയ ആശങ്കയാണെന്ന് ഞാൻ കരുതുന്നു. ഭാരതത്തിൽ അമിതവണ്ണം വളരെ വേഗത്തിൽ വ്യാപകമാകുന്നതിനാൽ നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് നമ്മൾ ഗൌരവമായി ചിന്തിക്കണം. നമ്മൾ അമിതവണ്ണം തടയണം. കഴിയുന്നത്ര ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരാൻ ശ്രമിക്കണം. ഒരു കായിക താരമെന്ന നിലയിൽ ഞാൻ ആരോഗ്യകരമായ ഭക്ഷണക്രമം പിന്തുടരാൻ ശ്രമിക്കുന്നു. കാരണം അബദ്ധത്തിൽ അനാരോഗ്യകരമായ ഭക്ഷണക്രമം സ്വീകരിക്കുകയോ എണ്ണമയമുള്ള വസ്തുക്കൾ കഴിക്കുകയോ ചെയ്താൽ അതെന്റെ പ്രകടനത്തെ ബാധിക്കും. റിങ്ങിൽ ഞാൻ പെട്ടെന്ന് ക്ഷീണിതയാകും. ഭക്ഷ്യ എണ്ണയും മറ്റും കഴിയുന്നത്ര കുറച്ചുപയോഗിക്കാൻ ഞാൻ ശ്രമിക്കുന്നു. പകരം ആരോഗ്യകരമായ ഭക്ഷണക്രമം പിന്തുടരുകയും ദിവസവും വ്യായാമം ചെയ്യുകയും ചെയ്യുന്നു. അതിനാൽ ഞാൻ എല്ലായ്പ്പോഴും ആരോഗ്യവതിയായി തുടരും. ദിവസവും ജോലിക്ക് പോകുന്ന നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർ എല്ലാവരും ആരോഗ്യത്തെക്കുറിച്ച് ഗൌരവമായി ചിന്തിക്കുകയും ദിവസേന വ്യായാമങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യണമെന്ന് ഞാൻ കരുതുന്നു. അതുവഴി ഹൃദയാഘാതം, ക്യാൻസർ തുടങ്ങിയ രോഗങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയും സ്വയം ഫിറ്റ്നസ് നിലനിർത്തുകയും വേണം. കാരണം നമ്മുടെ ആരോഗ്യമാണ് ഭാരതത്തിന്റെ ആരോഗ്യം. നിഖത് ചില പ്രസക്തമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഡോക്ടർ ദേവി ഷെട്ടി എന്താണ് പറയുന്നതെന്ന് നമുക്ക് കേൾക്കാം. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അദ്ദേഹം വളരെ ആദരണീയനായ ഒരു ഡോക്ടറാണ്. അദ്ദേഹം ഈ വിഷയത്തിൽ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. തന്റെ ഏറ്റവും ജനപ്രിയമായ മൻ കി ബാത്ത് പരിപാടിയിലൂടെ അമിതവണ്ണത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിച്ചതിന് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയോട് ഞാൻ നന്ദി പറയുന്നു. ഇന്ന് പൊണ്ണത്തടി ഒരു സൗന്ദര്യവർദ്ധക പ്രശ്നമല്ല. ഇത് വളരെ ഗുരുതരമായ ഒരു മെഡിക്കൽ പ്രശ്നമാണ്. ഇന്ന് ഭാരതത്തിലെ യുവാക്കളിൽ ഭൂരിഭാഗവും അമിതവണ്ണമുള്ളവരാണ്. ഇന്നത്തെ പൊണ്ണത്തടിയുടെ പ്രധാന കാരണം ഭക്ഷണത്തിന്റെ ഗുണനിലവാരക്കുറവാണ്. പ്രത്യേകിച്ച് കാർബോഹൈഡ്രേറ്റുകളുടെ അമിത ഉപഭോഗം, അതായത് അരി, ചപ്പാത്തി, പഞ്ചസാര എന്നിവ. തീർച്ചയായും വർദ്ധിച്ച എണ്ണ ഉപഭോഗം, ഹൃദ്രോഗം, ഉയർന്ന രക്തസമ്മർദ്ദം, ഫാറ്റി ലിവർ തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് പൊണ്ണത്തടി നയിക്കുന്നു. അതുകൊണ്ട് എല്ലാ യുവാക്കൾക്കും എന്റെ ഉപദേശം: വ്യായാമം ആരംഭിക്കുക, നിങ്ങളുടെ ഭക്ഷണക്രമം നിയന്ത്രിക്കുക, വളരെ സജീവമായിരിക്കുക, നിങ്ങളുടെ ഭാരം ശ്രദ്ധിക്കുക. ഒരിക്കൽ കൂടി ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും വളരെ സന്തോഷകരമായ ആരോഗ്യകരമായ ഭാവി ആശംസിക്കുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. സുഹൃത്തുക്കളെ, ഭക്ഷണത്തിൽ എണ്ണയുടെ അളവ് കുറയ്ക്കുന്നതും അമിതവണ്ണം നിയന്ത്രിക്കുന്നതും നമ്മുടെ വ്യക്തിപരമായ തീരുമാനം മാത്രമല്ല, കുടുംബത്തോടുള്ള നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണ്. ഭക്ഷണത്തിൽ അമിത എണ്ണ ഉപയോഗിക്കുന്നത് ഹൃദ്രോഗം, പ്രമേഹം, ഹൈപ്പർ ടെൻഷൻ തുടങ്ങിയ നിരവധി രോഗങ്ങൾക്ക് കാരണമാകും. നമ്മുടെ ഭക്ഷണശീലങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നതിലൂടെ നമ്മുടെ ഭാവി കൂടുതൽ ശക്തവും ആരോഗ്യകരവും രോഗരഹിതവുമാക്കാൻ കഴിയും. അതിനാൽ ഒട്ടും വൈകാതെ ഈ ദിശയിലുള്ള നമ്മുടെ ശ്രമങ്ങൾ വർദ്ധിപ്പിക്കുകയും അത് നമ്മളുടെ ജീവിതത്തിൽ നടപ്പിലാക്കുകയും വേണം. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഇത് വളരെ ഫലപ്രദമായി കളികളിലൂടെ ചെയ്യാൻ കഴിയും. ഉദാഹരണത്തിന്, ഇന്ന് മൻ കി ബാത്തിന്റെ ഈ അധ്യായത്തിന് ശേഷം ഞാൻ 10 ആളുകളോട് അഭ്യർത്ഥിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് ഭക്ഷണത്തിലെ എണ്ണയുടെ അളവ് 10% കുറയ്ക്കാൻ കഴിയുമോ? പുതിയ 10 പേർക്ക് ഇതേ വെല്ലുവിളി നൽകാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ഇത് അമിതവണ്ണത്തിനെതിരെ പോരാടാൻ വളരെയധികം സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സുഹൃത്തുക്കളെ, ഏഷ്യാറ്റിക് ലയൺ, ഹാൻഗൾ, പിഗ്മി ഹോക്സ്, ലയൺ ടെയിൽഡ് മക്കാക്കു എന്നിവ തമ്മിലുള്ള സാമ്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഇതിനുള്ള ഉത്തരം ഇവയെല്ലാം ലോകത്ത് മറ്റൊരിടത്തും കാണുന്നില്ല എന്നതാണ്. നമ്മുടെ രാജ്യത്തു മാത്രമാണ് ഇവ കാണപ്പെടുന്നത്. ശരിക്കും നമുക്ക് സസ്യജന്തുജാലങ്ങളുടെ വളരെ ഊർജ്ജസ്വലമായ ഒരാവാസ വ്യവസ്ഥയുണ്ട്. ഈ വന്യജീവികൾ നമ്മുടെ ചരിത്രത്തിലും സംസ്കാരത്തിലും ആഴത്തിൽ പതിഞ്ഞു കിടക്കുന്നു. നമ്മുടെ ദേവീദേവന്മാരുടെ വാഹനങ്ങളായും നിരവധി മൃഗങ്ങളെ കാണുന്നു. മധ്യഭാരതത്തിലെ പല ഗോത്രങ്ങളും ബാഗേശ്വരനെ ആരാധിക്കുന്നു. മഹാരാഷ്ട്രയിൽ വഗോബയെ ആരാധിക്കുന്ന ഒരു പാരമ്പര്യം നിലവിലുണ്ട്. അയ്യപ്പ ഭഗവാന് കടുവയുമായി വളരെ ആഴത്തിലുള്ള ബന്ധമുണ്ട്. സുന്ദർവനത്തിൽ ആരാധിക്കപ്പെടുന്ന ബോൺ ബീബിയുടെ വാഹനം കടുവയാണ്. കർണാടകയിലെ ഹുളിവേഷ, തമിഴ്നാട്ടിലെ പുലി, കേരളത്തിലെ പുലികളി തുടങ്ങി പ്രകൃതിയുമായും വന്യജീവികളുമായും ബന്ധപ്പെട്ട നിരവധി സാംസ്കാരിക നൃത്തങ്ങൾ നമുക്കുണ്ട്. വന്യജീവി സംരക്ഷണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ
സജീവമായി പങ്കെടുക്കുന്ന എന്റെ ഗോത്ര സഹോദരീ സഹോദരന്മാർക്ക് നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കർണാടകയിലെ BRT ടൈഗർ റിസർവിൽ കടുവകളുടെ എണ്ണത്തിൽ ക്രമാനുഗതമായ വർധനവുണ്ടായിട്ടുണ്ട്. ഇതിനുള്ള ബഹുമതി കടുവയെ ആരാധിക്കുന്ന സോളിഗ ഗോത്രങ്ങൾക്കാണ്. ഇക്കാരണത്താൽ ഈ പ്രദേശത്ത് മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള സംഘർഷം ഇല്ലെന്നു തന്നെ പറയാം. ഗീറിലെ ഏഷ്യാറ്റിക് സിംഹങ്ങളുടെ സുരക്ഷയിലും സംരക്ഷണത്തിലും ഗുജറാത്തിലെ ജനങ്ങൾ ഗണ്യമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. പ്രകൃതിയുമായുള്ള സഹവർത്തിത്വം എന്താണെന്ന് അവർ ലോകത്തിന് കാണിച്ചുകൊടുത്തു. സുഹൃത്തുക്കളെ, ഈ ശ്രമങ്ങൾ കാരണം കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കടുവകൾ, പുള്ളിപ്പുലികൾ, ഏഷ്യൻ സിംഹങ്ങൾ, കാണ്ടാമൃഗങ്ങൾ, ബാരസിംഗ മാനുകൾ എന്നിവയുടെ എണ്ണം അതിവേഗം വർദ്ധിച്ചു. ഭാരതത്തിലെ വന്യജീവികളുടെ വൈവിധ്യം എത്ര മനോഹരമാണെന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഏഷ്യാറ്റിക് സിംഹങ്ങളെ രാജ്യത്തിന്റെ പടിഞ്ഞാറൻ ഭാഗത്താണ് കാണപ്പെടുന്നത്. അതേസമയം കടുവകളുടെ ആവാസ വ്യവസ്ഥ ഭാരതത്തിന്റെ കിഴക്ക്, മധ്യ, ദക്ഷിണ ഭാഗങ്ങളിലാണ്. അതേസമയം കാണ്ടാമൃഗങ്ങൾ വടക്ക് കിഴക്കൻ ഭാഗത്താണ് കാണപ്പെടുന്നത്. ഭാരതത്തിന്റെ ഓരോ ഭാഗവും പ്രകൃതിയോട് സംവേദനക്ഷമതയുള്ളവയാണെന്ന് മാത്രമല്ല, വന്യജീവി സംരക്ഷണത്തിനും പ്രതിജ്ഞാബദ്ധമാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുമായി നിരവധി തലമുറകളായി ബന്ധമുള്ള അനുരാധ റാഖിനെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അനുരാധ ചെറുപ്രായത്തിൽ തന്നെ മൃഗസംരക്ഷണത്തിനായി സ്വയം സമർപ്പിച്ചിരുന്നു. 3 പതിറ്റാണ്ടുകളായി അവർ മാനുകളെയും മയിലുകളെയും സംരക്ഷിക്കുന്നത് ദൌത്യമാക്കി മാറ്റി. ഇവിടുത്തെ ആളുകൾ അവരെ ഡീർ വുമൺ എന്നാണ് വിളിക്കുന്നത്. അടുത്ത മാസം ആദ്യം നമ്മൾ ലോക വന്യജീവി ദിനം ആഘോഷിക്കും. വന്യജീവി സംരക്ഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ഈ മേഖലയിൽ നിരവധി സ്റ്റാർട്ടപ്പുകൾ ഉയർന്നു വന്നിട്ടുണ്ട് എന്നത് എനിക്ക് വളരെയധികം സംതൃപ്തി നൽകുന്ന കാര്യമാണ്. സുഹൃത്തുക്കളെ, ഇത് ബോർഡ് പരീക്ഷാ കാലമാണ്. എന്റെ യുവ സുഹൃത്തുക്കൾക്ക്, അതായത് എക്സാം വാരിയേഴ്സിന് അവരുടെ പരീക്ഷകൾക്ക് എല്ലാ ആശംസകളും നേരുന്നു. യാതൊരു സമ്മർദ്ദവുമില്ലാതെ പൂർണ്ണമായ പോസിറ്റീവ് മനോഭാവത്തോടെയാണ് നിങ്ങൾ പരീക്ഷ എഴുതേണ്ടത്. എല്ലാ വർഷവും പരീക്ഷാ പേ ചർച്ചയിൽ പരീക്ഷയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളെക്കുറിച്ച് എക്സാം വാരിയേഴ്സുമായി സംസാരിക്കാറുണ്ട്. ഈ പരിപാടി ഇപ്പോൾ ഒരു സ്ഥാപനത്തിന്റെ രൂപം സ്വീകരിക്കുന്നതിലും ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യപ്പെടുന്നതിലും എനിക്ക് സന്തോഷമുണ്ട്. പുതിയ പുതിയ എക്സ്പേർട്ടുകളും അതിൽ ചേരുന്നു. ഈ വർഷം ഞങ്ങൾ പരീക്ഷാ പേ ചർച്ച പുതിയൊരു രൂപത്തിൽ നടത്താൻ ശ്രമിച്ചു. വിദഗ്ധർക്കൊപ്പം 8 വ്യത്യസ്ത അധ്യായങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മൊത്തത്തിലുള്ള പരീക്ഷകൾ മുതൽ ആരോഗ്യ സംരക്ഷണം, മാനസികാരോഗ്യം വരെയുള്ള വിഷയങ്ങളും ഭക്ഷണപാനീയങ്ങളും ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ ഉന്നത വിജയം നേടിയവരും അവരുടെ ചിന്തകളും അനുഭവങ്ങളും പങ്കുവച്ചു. ഇത് സംബന്ധിച്ച് നിരവധി യുവാക്കളും അവരുടെ മാതാപിതാക്കളും അധ്യാപകരും എനിക്ക് കത്തുകൾ എഴുതിയിട്ടുണ്ട്. ഈ ഫോർമാറ്റ് വളരെ ഇഷ്ടപ്പെട്ടുവെന്ന് അവർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. കാരണം ഇതിൽ എല്ലാ വിഷയങ്ങളും വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ പോലും ഈ അധ്യായങ്ങൾ നമ്മുടെ യുവ സുഹൃത്തുക്കൾ ധാരാളം കണ്ടു. ഡൽഹിയിലെ സുന്ദർ നഴ്സറിയിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് എന്നതും നിങ്ങളിൽ പലർക്കും ഇഷ്ടപ്പെട്ടു. പരീക്ഷാ പേ ചർച്ചയുടെ ഈ അധ്യായങ്ങൾ ഇതുവരെ കാണാൻ കഴിയാത്ത നമ്മുടെ യുവ സുഹൃത്തുക്കൾ തീർച്ചയായും ഇത് കാണണം. ഈ അധ്യായങ്ങളെല്ലാം നമോ ആപ്പിൽ ലഭ്യമാണ്. എക്സാം വാരിയേഴ്സിനുള്ള എന്റെ സന്ദേശം ഒരിക്കൽ കൂടി: ബി ഹാപ്പി ആൻഡ് സ്ട്രെസ് ഫ്രീ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത്തവണ മൻ കി ബാത്തിൽ ഇത്രമാത്രം. അടുത്ത മാസം നമ്മൾ വീണ്ടും പുതിയ വിഷയങ്ങളുമായി മൻ കി ബാത്തിൽ ഒത്തുചേരും. നിങ്ങൾ എനിക്ക് കത്തുകളും സന്ദേശങ്ങളും അയച്ചുകൊണ്ടിരിക്കുക. ആരോഗ്യത്തോടെയിരിക്കുക, ആനന്ദത്തോടെയിരിക്കുക. വളരെ നന്ദി. നമസ്കാരം. മൻ കി ബാത്ത് അഥവാ മനസ്സ് പറയുന്നത് എന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷയാണ് ഇതുവരെ കേട്ടത്.